ഹലോ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. നീ ഏതാ നമുക്ക് എടുക്കാനുള്ളത്? പേജ് നമ്പർ എത്ര? 100 എത്രയാണ്? 69. ഇത് കഴിഞ്ഞിക്കണോ? ഏതാണ് തംബ്രീനകത്ത് എടുക്കാൻ എക്സസൈസ് എടുക്കാനുള്ളത്? രണ്ടാമത്തെ എക്സസൈസ് അല്ല 169. 160. ഇഖ്റഇൽ മിസാലൈനി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇഖ്റഇൽ മിസാലൈനി, രണ്ട് ഉദാഹരണങ്ങളെ ഇനി വായിക്കണം. സുമ്മ അദ്ഖിൽ കാന, പിന്നെ ഖാനയെ പ്രവേശിപ്പിക്കുക. അലൽ ജുമലിൽ ആത്തിയത്തി, താഴെ വരുന്ന സെന്റൻസിൽ ഖാനനെ പ്രവേശിപ്പിക്കുക. ഇഖ്റഇൽ മരീള. ഇഖ്റ എന്നുള്ളത് എന്ത് ഫീലാ? അതിലെന്തൊക്കെ ഉണ്ട്? മിസാലൈനി, രണ്ട് ഉദാഹരണങ്ങളെ. എന്താ തർക്കീബ്? മഫ്ഊലുൻ ബിഹി നസ്ബ് എന്തുകൊണ്ടാ? മജ്റൂറുൻ ബിൽ യാ ലിഅന്നഹു മുസന്ന. ഓക്കെ, ശരിയാണ്. സുമ്മ അദ്ഖിൽ കാന, പിന്നെ നീ കാനയെ പ്രവേശിപ്പിക്കണം. ഏതാണ് അത് ഫീല്? മാളി ഏതാ? യാ. ദഖലാണോ? ദഖലാണെങ്കിൽ അംറ് അദ്ഖിൽ എന്നാ വരിക. അതിന്റെ കൽപ്പനക്രിയാണ് ഏത്? അദ്ഖിൽ, നീ പ്രവേശിപ്പിക്ക്. ഖാന, ഖാനയെ പ്രവേശിപ്പിക്കണം. അലൽ ജുമലിൽ ആത്തിയത്തി, താഴെ വരുന്ന സെന്റൻസുകളിൽ. ജുംലത്ത് എന്നുള്ളതിന്റെ ബഹുവചനാണ് ഏത്? ജുമൽ. ആമിദുൻ മരീമുൻ അൽ ആന, ആമിദ് ഇപ്പോൾ രോഗിയാണ്. ഞാൻ ഇത് കാന കടത്തുമ്പോ എങ്ങനെ പറയാ? എന്താ മാറ്റം ഉണ്ടാകുക? ആമിദുൻ മരീലുൻ എന്ന് പറയുമ്പോ കാന വരുമ്പോ ആർക്കാ മാറ്റം ഉണ്ടാകുക? ഏതാ രണ്ടാമത്തത്? മരീലൻ. മരീലുൻ എന്നുള്ളത് എന്താകും? മരീലൻ. കാന ഫീലി നാഖിസ്, ആമിദുൻ. എന്താ തർക്കീബ്? ഇസ്മു കാന, മരീലൻ ഖബറു കാന. സൈനബു താലിബത്തുൻ, സൈനബ വിദ്യാർത്ഥിനിയാണ്. എങ്ങനെ കാനാഹ്വാത്തിനെ കടത്തുക?
കാനത്ത് സൈനബു സൈനബായിരുന്നു താലിബത്തൻ വിദ്യാർത്ഥിനിയായിരുന്നു. സൈനബും താലിബത്തും എന്ന് പറയുമ്പോ എന്താ തർക്കീബ് വരിക? മുബ്തദാ ഖബർ. എന്നാ കാനത്ത് സൈനബു താലിബത്ത് എന്ന് പറയുമ്പോ എങ്ങനെ തർക്കീബ്? കാനഫിയിലെ സൈനബു ഇസ്മു കാന. എന്താ സൈനബുൻ എന്ന് വായിക്കാത്ത? മുൻസരിഫാണ്. താലിബത്തൻ ഖബറു കാന. അൽ മാഉ ബാരിദുൻ. അൽ മാഉ ബാരിദുൻ, വെള്ളം തണുത്തതാണ്. എങ്ങനെ കാന കടത്തിട്ട് പറയാ? കാനൽ മാഉ ബാരിദൻ. അൽ ബാബു മഫ്തൂഹുൻ, വാതിൽ ഓപ്പൺ ആണ്. എങ്ങനെ പറയാ? മഫ്തൂഹൻ. അൽ ബാബു മുബ്തദാ മഫ്തൂഹുൻ ഖബർ. കാന വരുമ്പോ മഫ്തൂഹുൻ എന്നുള്ള ഖബർ കാനന്റെ ഖബർ ആവുമ്പോ മഫ്തൂഹുൻ എന്നല്ല വായിക്കാം. പിന്നെ എങ്ങനെ വായിക്കാ? മഫ്തൂഹൻ. അന്നാഫിദത്തു മുഗ്ലഖത്തുൻ, ജനല് എന്താണ്? പൂട്ടപ്പെട്ടതാണ്. മുഗ്ലഖത്തു എന്ന് പറഞ്ഞാൽ പൂട്ടിയത്. എങ്ങനെ പറയാ കാന കടത്തിയിട്ട്? കാന പോലെ എങ്ങനെ പറയണം? കാനത്തിന്നാഫിദത്തു, പിന്നെ മുഗ്ലഖത്തൻ. ശരിയാണ്. ഹാഷിമുൻ മുദർരിസുൻ, എങ്ങനെ കാന കടത്തിയിട്ട് പറയാ? മുദർരിസൻ. അർറജുലു നസ്രാനിയുൻ, അയാളൊരു ക്രിസ്ത്യനാണ്. അപ്പൊ എങ്ങനെ പറയാ? നസ്രാനിയൻ. ശരിയാണ്. അൽ ജവ്വു ബാരിദുൻ, അന്തരീക്ഷം തണുപ്പാണ്. എങ്ങനെ പറയാ? കാനൽ ജവ്വു ബാരിദൻ. ശരിയാണ്. പിന്നെ അൽ മുദീറു, ഡയറക്ടർ. ജാലിസുൻ, അയാൾ ഇരിക്കുന്നവനാണ്. ഫി ഉർഫത്തിഹി, അയാളെ റൂമില്. എങ്ങനെ പറയാ? ഉർഫത്തിഹി. ഓക്കെ. ആദിഹി സാഅത്തു റഖീസത്തുൻ, ഈ വാച്ച് വളരെ ചീപ്പാണ്, കുറഞ്ഞ വിലയുള്ളൂ. എങ്ങനെ പറയാ? കാനത്ത് വേണം. പിന്നെ കാനത്ത് ഞാൻ ആദിസാത്ത് എടുത്തോളേ. റഖീസത്തൻ. കാനത്ത് ആദിഹി സാഅത്തു, ഈ വാച്ചായി. റഖീസത്തൻ, എന്തായി? വില കുറഞ്ഞതായി. സാത്ത് പെണ്ണായതുകൊണ്ടാണ് എങ്ങനെ പറയേണ്ടത്? കാനത്ത് പറയേണ്ടത്. പിന്നെ ഉമറു, ഉമർ താജിറുൻ വനിയുൻ, പണക്കാരനായ കച്ചവടക്കാരനാ. എങ്ങനെ കാന ഖവാത്ത് എടുത്തിട്ട് പറയാ? കാന ഉമറു റജുലൻ. റജുലൊന്നും വേണ്ട. എന്തിനാ റജുല്? ഉമറല്ലേ. കാന ഉമറു റജുലൻ ഗനിയൻ. റജുല് വേണ്ട, താജിറാണ്. ഞങ്ങളെ ടെസ്റ്റില് റജുല. എന്താ ഗതിയിലുള്ളത്? താജിറുൻ ഗനിയുന്ന അല്ല, ഉമറുൻ റജുലൻ ഗനിയൻ. ഉമറുൻ റജുലൻ ഗനിയുന്ന. ഓ ശരി. അപ്പൊ എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഇതില് വേറെയാണ്. കാന ഉമറു, അല്ല കാന റജുലൻ അനിയൻ. റജുലൻ അനിയൻ. വനിയൻ. ശരിയാണ്. അമ്മുന, ഞങ്ങളുടെ എളാപ്പ. മുദീറു മദ്രസത്തിൻ, മദ്രസയുടെ മുദീറാണ്.
കാന അമ്മുന ഞങ്ങളുടെ എളാപ്പ മുദീറു മദ്രസത്തിൻ മദ്രസന്റെ മുദീറാണ്. എങ്ങനെ കാന അഖവാത്ത് കാണിച്ചിട്ട് എങ്ങനെ പറയാ? കാന അമ്മുന പിന്നെ മുദീറൻ ഉള്ള മുലാഫിലുണ്ട്. അപ്പൊ പിന്നെ തൻവീൻ പാടില്ല. മുദീറ മദ്രസത്തിൻ മദ്രസന്റെ മുദീറാണ്. ആമിദുൻ മുബ്തദ താലിബുൻ ഖബർ. അതിൽ കാന അഖവാത്ത് നടത്തിയിരിക്കുമ്പോ എങ്ങനെ പറയാ? കാന ഫീല് നാഖിസ്, ആമിദുൻ ഇസ്മു കാന, താലിബൻ ഖബറു കാന. ഇസ്മു കാന കാനയുടെ ഇസ്മ് മർഫൂഉൻ അത് മർഫൂആണ്. വ ഖബറു കാന ആരെ ഖബറ്? കാനയുടെ ഖബറ് മൻസൂബുൻ ഏതാണ്? മൻസൂബാണ്. നസ്ബാണ്. എന്താ തർക്കീബ്? ഇസ്മു കാന കാനന്റെ ഇസ്മ് പ്ലസ് കാന മുളാഫ് ഇലൈഹി. അവിടെ കാന ഫീല് നാഖിസ് അല്ലട്ടോ, അവിടെ കാന മുളാഫ് ഇലൈഹി ലഫ്ള് മുളാഫ് ഇലൈഹി. ഇസ്മു മുബ്തദ പ്ലസ് മുളാഫ് കാന മുളാഫ് ഇലൈഹി മർഫൂഉൻ. ഏതാ മർഫൂഉൻ എന്നതിന്റെ തർക്കീബ് എന്താ? നോക്കിക്കണേ. ഖബർ. ഇതിന്റെ ഖബറ് ഇസ്മിന്റെ ഖബറ്. വ ഖബറു കാന കാനന്റെ ഖബറ് മൻസൂബുൻ മൻസൂബാണ്. ഇനി നോക്കിക്കോളി. ഇഖ്റഇൽ മിസാലൈനി ഈ രണ്ട് ഉദാഹരണങ്ങളെ വായിക്കണം. സുമ്മ അദ്ഖിൽ പിന്നെ നീ പ്രവേശിപ്പിക്കണം. ലാ യസാലു എന്തിനെ പ്രവേശിപ്പിക്കണം? ലാ യസാലു. ലാ യസാലു പറഞ്ഞതിന്റെ അർത്ഥം ആയിക്കൊണ്ടേ ഇരിക്കുന്നു എന്നാ. എന്താ ലാ യസാലുവിന്റെ അർത്ഥം? ഇരിക്കുന്നു. അല്ല ചായ കുടിക്കാന്നല്ല. ലാ യസാലു പറഞ്ഞ ആയിക്കൊണ്ടേ ഇരിക്കാന്നാ. ആരായിട്ട് ഇടയ്ക്ക് അവിടുന്ന് ചായ കുടിച്ചു എന്നൊക്കെ പറയും. ലാ യസാലുവിന്റെ അർത്ഥം ചായ കുടിക്കാന്നാ. ഓപ്പാക്കി വർത്താനം പറഞ്ഞൂടെ? സുമ്മ അദ്ഖിൽ പിന്നെ നീ എന്താക്കേ? പ്രവേശിപ്പിക്ക്. ലാ യസാലു ഏതിനെ പ്രവേശിപ്പിക്ക്? ലാ യസാലുനെ. അലൽ ജുമലിൽ ആതിയതി എന്തുമേ? താഴെ വരുന്ന സെന്റൻസിൽ ലാ യസാലുനെ പ്രവേശിപ്പിക്കുക. ഇൽമൻ അറിയണം. ബി അന്ന ലാ യസാലു എന്നുള്ളത് മിൻ അഖവാതി കാന ആരെ സിസ്റ്റേഴ്സിൽപ്പെട്ടതാ? കാനയുടെ സഹോദരിമാരിൽപ്പെട്ടതാ. എന്ന് പറഞ്ഞാൽ കാന ഇസ്മിനെ നസ്ബുൻ ചെയ്യും, ഖബറിനെ അല്ല ഇസ്മിനെ റഫഉൻ ചെയ്യും, ഖബറിനെ നസ്ബുൻ ചെയ്യും. അതേപോലെ ലാ യസാലു എന്ത് ചെയ്യും? ഇസ്മിനെ റഫഉൻ ചെയ്യും, ഖബറിനെ എന്തും ചെയ്യും? നസ്ബുൻ ചെയ്യും. അതാ സുമ്മ അദ്ഖിൽ പിന്നെ നീ പ്രവേശിപ്പിക്ക്. ലാ യസാലുനെ പ്രവേശിപ്പിക്ക്. അലൽ ജുമലിൽ ആതിയതി താഴെ വരുന്ന സെന്റൻസിലെ ഇൽമൻ അറിയുന്നവനായിട്ട്. എന്താണ് അറിയണത്? ബി അന്ന ലാ യസാലു ഏത്? തീർച്ചയായിട്ടും ഏത്? ലാ യസാലു മിൻ അഖവാതി കാന ആരുടെ സിസ്റ്റേഴ്സിൽപ്പെട്ടതാ? കാനയുടെ സിസ്റ്റേഴ്സിൽപ്പെട്ടതാണ്. നോക്കിക്കോളി. ഇബ്രാഹീമു നായിമുൻ ഇബ്രാഹിം ഉറങ്ങുന്നവനാണ്. അപ്പൊ ലാ യസാലുവിനെ പ്രവേശിപ്പിച്ചിട്ട് എങ്ങനെ പറയാ? ലാ യസാലു ഇബ്രാഹിമു നായിമൻ. എന്താ അർത്ഥം? ഇബ്രാഹിം എന്തായിക്കൊണ്ടേ ഇരിക്കുകയാണ്? ഉറങ്ങുന്നവനായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആമിനത്തു നായിമത്തുൻ ആമിന ഉറങ്ങുന്നവളെ എങ്ങനെ പറയാ? ലാ യസാലു പറ്റൂല. തർക്കീബ് എങ്ങനെ പറയാ? ലാ യസാലു ഫിഇലി നാഖിസ് ഇബ്രാഹിമു ഇസ്മു ലാ യസാലു നായിമൻ ഖബറു ലാ യസാലു. ലാ തസാലു ആമിനത്തു ആമിന ആയിക്കൊണ്ടേ ഇരിക്കുന്നു.
നായിമത്തൻ ഉറങ്ങുന്നവളായി കൊണ്ടേയിരിക്കുന്നു. കണ്ട, ആമിനാവുമ്പോ എന്ത് പറ്റൂല? ലായസാല് പറ്റൂല. മറ്റൊടത്ത് ലായസാല് മതി. കാരണം ആരാ? ഇസ്മാരാ ഇബ്രാഹിം. ഇബ്രാഹിം. അപ്പൊ ലായസാലു. ഇവിടെ ആമിനാണ്. അപ്പൊ ലായസാലു പറ്റൂല, ലാ തസാലു വേണം. ഇനി നോക്കോളി. ഇഷാമുൻ, ഇഷാമ് അസബുൻ, അവൻ അവിവാഹിതനാണ്. അസബ് പറഞ്ഞ എന്താ? ബാച്ചിലർ, അവിവാഹിതൻ, കല്യാണം കഴിച്ചാത്തോ. ഇനി എങ്ങനെ ലായസാലു കടത്തിയിട്ട് പറയാ? ലാ യസാലു ആ മുൻ ആഷിമുൻ, ആ അസബൻ, ആഷിമ ആരായിക്കൊണ്ടേയിരിക്കുന്നു? അവിവാഹിതനായിക്കൊണ്ടേയിരിക്കുന്നു. അൽ മുദരിസു, അധ്യാപകൻ, ജാലിസുൻ, ഇരിക്കുന്നവനാണ്, ഇന്ദൽ മുദീരി, ആരടുക്കല്? മുദീറിന്റെ അടുക്കല്. അപ്പൊ എങ്ങനെ പറയാ ലായസാലുവിനെ പ്രവേശിപ്പിച്ച്? ലാ യസാലുൽ മുദരിസു ജാലിസൻ ഇൻദൽ മുദീരി. ഇന്ദൽ മുദീരി. ലാ യസാലു മുദരിസു, അധ്യാപകനായിക്കൊണ്ടേയിരിക്കുന്നു, ജാലിസൻ, ഇരിക്കുന്നവനായിക്കൊണ്ടേയിരിക്കുന്നു, ഇന്ദൽ മുദീരി, മുദീറിന്റെ അടുക്കൽ. ലാ യസാലു ഫിഇലി നാഖിസ്, അൽ മുദരിസു ഇസ്മു ലാ യസാലു, ഇസ്മു ലാ യസാലു, പിന്നെ ജാലിസൻ ഖബർ ലാ യസാലു, എന്താ? വർഫ് മുദാഫ്, അൽ മുദീരി മുദാഫുൻ ഇലൈഹി. മുദാഫുൻ ഇലൈഹി. അഹ്മദു മരീളുൻ, അഹ്മദ് രോഗിയാണ്. എങ്ങനെ പറയാ ലായസാലു? അഹ്മദുൻ എന്ന് വായിക്കൂല, അഹ്മദു. കാരണം എന്താ? ഗൈറു മുൻസരിഫ്. എന്താ ഗൈറു മുൻസരിഫിന്റെ റീസൺ എന്താ? ഒന്നേതാണ്? ഒന്നേതാണ്? പിന്നെ വസന് ഫീല് എന്തേ? പിന്നെ രണ്ടാമത്തതോ? അലമ്, പേരാണ്. അഹമ്മദു അങ്ങനെ വസന് ഫീൽ അറിയോ? ഹമീദ സ്തുതിച്ചു, യഹ്മദു സ്തുതിക്കും, തഹ്മദു നീ സ്തുതിക്കും. അഹമ്മദു പറഞ്ഞ എന്താ അർത്ഥം? ഞാൻ സ്തുതിക്കും, ഞാൻ സ്തുതിക്കും. നഹ്മദു ഞങ്ങൾ സ്തുതിക്കും. അതാണ് വസ്ന് ഫീൽ അറിയാൻ കാരണം. ലാ യസാലു അഹ്മദു മരീളൻ. ഓക്കെ. അൽ ജവ്വു, അന്തരീക്ഷം, ഹാറുൻ, ചൂടാണ്. എങ്ങനെ പറയാ? ലാ യസാലുൽ ജവ്വു, അന്തരീക്ഷമായിക്കൊണ്ടേ, ഹാറൻ, ചൂടുള്ളതായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അൽ മക്തബത്തു മുഗ്ലഖത്തുൻ, ഓഫീസ് അടക്കപ്പെട്ടതാണ്. എങ്ങനെ പറയാ? ലാ തസാലു. ലാ തസാലു. കാരണം എന്താ? മക്തബത്ത് പണ്ണ ലാ യസാലു പറ്റൂല. ലാ തസാലുൽ മക്തബത്തു, ഓഫീസ് ആയിക്കൊണ്ടേയിരിക്കുന്നു, മുഗ്ലഖത്തൻ, പൂട്ടപ്പെട്ടതായിക്കൊണ്ടേയിരിക്കുന്നു. മുഗ്ലഖത്തൻ അടക്കപ്പെട്ടത്. അസ്സയ്യാറത്തു ജദീദത്തുൻ, നമ്മളെ കാറ് പുതിയ കാറാ. എങ്ങനെ? ലാ തസാലു സയ്യാറത്തു ജദീദത്തൻ. ആമിദുൻ ഗായിബുൻ, ആമിദ് ആബ്സെന്റാ. ആമിദ് ആരാണ്? ആബ്സെന്റ് ആണ്. എങ്ങനെ പറയാ? ലാ യസാലു ഹാമിദുൻ ഗായിബൻ. ശരിയാണ്. താമൽ മായലി, കഴിഞ്ഞില്ലേ? അതിന് വേറെ ഉണ്ടോ? ഇനി നാലാമത്തല്ലേ? അതെ, നാലാമത്താണ്. ദഖല സമീലുക, എന്താ അർത്ഥം? നിന്റെ കൂട്ടുകാരൻ പ്രവേശിച്ചു. ശരി. എന്താ തർക്കീബ്? ദഖല ഫീല് മാളി, സമീലു ഫായിലുൻ മർഫൂഉൻ ബിൽ
ലമ്മത്തി വമ്മത്തി പ്ലസ് ഓ കാ മുളാഫിൻ ഇലൈഹി മുലാഫുൻ ഇലൈഹി. ഞാൻ ഇതിന്റെ താഴത്ത് നോക്കാട്ടെ. ജാ വന്നു അബൂക്ക നിന്റെ ബാപ്പ. ജാഫിയിലെ അബൂ ഫായിലും മർഫൂൻ ലമ്മത്തി ഫായിലും മർഫൂൻ ബിൽ വാവി വാവിലി അന്നഹു അസ്മാഉൽ സംഘടനകളെ ജമീലു എന്ന് പറയുന്നിടത്ത് ലമ്മത്തോണ്ട റഫഴ്, അബൂക്ക എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ടാ റഫഴ്? കൊണ്ടാണ് റഫഴ്. കാല അഹൂക്ക നിന്റെ സഹോദരൻ പറഞ്ഞു. കാല ഫീല് മാലി അഹോ ഫായിലും മർഫൂഉം ബിൽ വാവി വാവി പ്ലസ് മുളാഫ് അപ്പൊ അഫ്ആലുൽ അസ്മാഉൽ ഖംസന്റെ ഇറാബ് എന്താ? മർഫൂഉം ബിൽ വാവി, പിന്നെ മൻസൂബും ബിൽ അലിഫി. ഇനി അലിഫിന്റെ ഉദാഹരണം നോക്കിക്കോളി. റഅയ്തു ഞാൻ കണ്ടു, ജമീലക നിന്റെ കൂട്ടുകാരനെ. റഅയ്തുൽ എന്തൊക്കെയുണ്ട്? ജമീല മൻസൂബും ബിൽ ഫത്ഹത്തി പ്ലസ് കാ. ഇനി കണ്ട ഇനി താഴ്ത്തു നോക്കി. റഅയ്തു ഞാൻ കണ്ടു അബാക്ക നിന്റെ തന്തനെ. റഅയ്തു ഫായില് അബാ മഖ്ഫൂലുൻ, പിന്നെ മൻസൂബിൽ അലിഫി അലിഫി ലിഅന്നഹു അസ്മാഉൽ ഖംസ മുളാഫ് കാ മുളാഫുൻ ഇലൈഹി. മുളാഫുൻ ഇലൈഹി. സഅൽതു ഞാൻ ചോദിച്ചു അഖാക നിന്റെ സഹോദരനോട്. സഅൽതു ഫായില് അഖാ മഫ്ഊലുൻ മൻസൂബുൻ ബിൽ അലിഫി വഹുവ അസ്മാഉൽ ഖംസ പ്ലസ് ഏതും കൂടിയാണത്? മുളാഫ് മുളാഫ് കാ മുളാഫുൻ ഇലൈഹി. മുളാഫുൻ ഇലൈഹി. ഖുൽതു ഞാൻ പറഞ്ഞു ലിസമീലിക നിന്റെ കൂട്ടുകാരനോട്. ഖുൽതു ലാമർഫെ ജാറ് ജമീലി മജ്റൂറും ബിൽ കസ്റത്തി പ്ലസ് മുളാഫ്, പിന്നെ കാ. ഞാൻ അതിന്റെ താഴത്ത് നോക്കി. ഖുൽതു ഞാൻ പറഞ്ഞു ലി അബീക നിന്റെ പിതാവിനോട്. ഖുൽതുൽ എന്തൊക്കെയുണ്ട്? ഇതിലുണ്ട് ഫായിലുണ്ട്. ലി അബീക ലാമർഫെ ജാറ് അബീ മജ്റൂറുൻ ബിൽ യാഇ ലിഅന്നഹു അസ്മാഉൽ ഖംസ പ്ലസ് മുളാഫ് കാ മുളാഫുൻ ഇലൈഹി. ഇലൈഹി. ഇപ്പൊ ഇയാൾ പഠിപ്പിക്കണ എന്താ? അസ്മാഉൽ ഖംസ ആണെങ്കിൽ അബ് അഹ് ഹമ് ഫു, പിന്നെ ഈ 6 അക്ഷരങ്ങൾക്ക് റഫ എന്തുകൊണ്ടേക്കാരാം? വാവുണ്ട്. നസ്ബ് എന്തുകൊണ്ടേക്കാരാം? അലിഫുണ്ട്. ജർ എന്തുകൊണ്ടേക്കാരാം? യാഗുണ്ട്. ഇംലഇൽ അമാകിന അൽ ഖാലിഅത ബി അബ്. ഒഴിഞ്ഞ സ്ഥലത്ത് അബ് എന്നുള്ളത് വെച്ചു കൊടുക്കണം. അബ് അറിയണത് ഏതാ സാധനം? അസ്മാഉൽ ഖംസയാണ്. ഇംല നീ ഫില്ലാക്ക്. മലഅ, പിന്നെ യംലിഉ പിന്നെ കൽപ്പനക്രിയ ഇംല നീ ഫില്ലാക്ക്. അൽ അമാകിനൽ ഖാലിയത ബ്ലാങ്ക് ആയ സ്ഥലങ്ങളെ. എന്താ അമാക്കിനന്റെ തർക്കീബ്?
മഫ്ഊലുൻ ബിഹി. അൽ ഖാലിയത എഴുത്ത് നഅത്ത്. നോക്കിക്കോളി. താജിറുൻ കബീർ. ഞാനുണ്ടല്ലോ അല്ലേ. താജിറുൻ കബീറുൻ. അവിടെ എങ്ങനെയാ വെച്ചു കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞ ഞങ്ങള് ഇതാണ്. അപ്പൊ എന്താ അർത്ഥം? ഞങ്ങളെ അബൂന ഞങ്ങളുടെ വാപ്പ. അപ്പൊ എങ്ങനെ പറയാ? അബൂന അബൂന ഞങ്ങളുടെ ബാപ്പ. താജിറുൻ കബീറുൻ വലിയ കച്ചവടക്കാരനാണ്. എങ്ങനെ തർക്കീബ് പറയാ? അബൂ മുബത്തദ പ്ലസ് മുബ്തദഉൻ മർഫൂഉൻ പിന്നെ ബിൽ വാവി വഹുവ അസ്മാഉൽ ഹംസ അസ്മാഉൽ ഖംസ. മുബ്തദയാണ് പ്ലസ് ഏതുമാണ്? ലാഫ്. അപ്പൊ അബൂ എന്നുള്ളത് എങ്ങനെ തർക്കീബ് പറയാ? അബൂ മുബ്തദഉൻ മർഫൂഉൻ ബിൽ വാവി ലിഅന്നഹു മിൻ അസ്മാഇൽ ഖംസ വഹുവ മുളാഫ് മുളാഫുൻ ഇലൈഹി. താജിറുൻ കച്ചവടക്കാരനാണ്. ഖബർ ഖബർ. കബീറുൻ എന്താ? വലിയ കച്ചവടക്കാരൻ നേരത്ത്. പിന്നെ രണ്ടാമത്തത് ആദിഹി സയ്യാറത്തു നാ. ഇത് ഞങ്ങളെ ബാപ്പാന്റെ കാറ. അപ്പൊ എങ്ങനെയാ പറയാ? ആദിഹി സയ്യാറത്തു. ആലോചിച്ച് പറയണം. സയ്യാറത്തു അന്നെ ഉണ്ടോ? രാമുണ്ടോ? ഹാദി സയ്യാറത്തു ഈ കാറ് ലി അബീന ആർക്കുള്ളതാണ്? ഞങ്ങളുടെ വാപ്പാന്റെയാണ് കാറ്. എന്താ തർക്കീബ്? ഹാദിഹി മുബ്തദ അസ്സയ്യാറത്തു ബദല് ലാ മർഫ് ജാറ് അബീ മജ്റൂർ പ്ലസ് മജ്റൂറും ബിൽ യാഇ വഹുവ അസ്മാഉൽ ഖംസ. പ്ലസ് ഏതുമാണ്? മുളാഫാണ്. ലി അബീന എന്ന് പറഞ്ഞ ജാർ മജ്റൂറിന്റെ സ്പെഷ്യൽ തർക്കീബ് എന്താ? ശരിയാണ്. നീ കണ്ടോ ഞങ്ങളുടെ പിതാവിനെ? അപ്പൊ എങ്ങനെ പറയാ? റായിത്ത ഫീലും പായിന് മഫൂല് വരണം. അലിഫോണ്ട് നസ്ബ് ചെയ്ത് കൊടുക്കി. അപ്പൊ എങ്ങനെ പറയാ? നീ കണ്ടോ അബാന ഞങ്ങളുടെ പിതാവിനെ. ഹംസർഫേ മൻസൂബും ബിൽ ലിഅന്നഹു അസ്മാഉൽ ഖംസ. അസ്മാഉൽ ഖംസ. അതോടൊപ്പം വഹുവ മുളാഫുൻ ഇലൈഹി. ഐന ദഹബകി യാ ഫാത്തിമ. ഫാത്തിമ അന്റെ തന്ത എവിടുക്കാ പോയത്? അപ്പൊ ഐന ദഹബ അബൂ ഫാത്തുമ്മയാണ് ഇവിടെ. അബീക അബൂക്കി. ഐന ദഹബ അബൂക്കി യാ ഫാത്തിമ. ഫാത്തിമ നിന്റെ തന്ത എവിടുക്കാ പോയത്? ദഹബ ഫീല് മാളി. അബൂ ഫായിലും മർഫൂഉം ബിൽ വാവി വഹുവ മുളാഫ് കി മുളാഫുൻ ഇലൈഹി. അല്ല അലി, അന്റെ വാപ്പ എപ്പോഴാ പുറപ്പെട്ടത്? എങ്ങനെ പറയാ?
മത്താ ഖറജ ബൂക്ക അബൂക അബൂക. യാ അലിയു അലി എപ്പോഴാണ് നിന്റെ വാപ്പ പുറത്തു പോയത്? ഖറജ ഫീല് മാളി മാദി അബൂ ഫായിലും മർഫൂ ഫായിലുൻ മർഫൂഉൻ ബിൽ വാവി ക ലാഫിൻ ഇലൈഹി യാ ഹർഫ് നിദാ നിദാ അലിയോ അദാ മുനാദ. അല്ല സൈനബ ഇജ്ജന്റെ വാപ്പാനോട് ചോദിച്ചടാ ഇസ് അലി എന്താ അർത്ഥം? എന്നോട് നീ ചോദിച്ചു. ഇസ് അലി എന്നുള്ളത് ആർക്കുള്ള അമ്രാണ്? ആണിനുള്ളതോ പെണ്ണിനുള്ളതോ? പെണ്ണിനില്ല. എത്ര പെണ്ണിനുള്ളതാണ്? ഒരു പെണ്ണിന്. ഒരു പെണ്ണ്. ഓരോ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യിക്കാറ് അവിടെ? ആ ഇസ്അല ഇസ്സലാന്റെ രണ്ടെണ്ണായിട്ടുള്ളൂ. അല്ല ഇസ്അൽന ഇസ്അൽ ഇസ്അല പിന്നെ ഖലീൽ ആലു എവിടൊക്കെ കട്ടുകൊണ്ടോണേ? ഇസ്അൽ സലാൻ ആ ആല പിന്നെ ആ പിന്നെ ഖലീൽ സലാൻ പിന്നെ ഇസ്അല പിന്നെ ഇസ്അൽന. എടി ഇസ്അലി നീ ചോദിക്ക്. എന്തൊക്കെയുണ്ട്? ഫീല് ഫായില്. ആരാണ് അതിലുള്ള ഫായില്? ഹിയ ളമീർ മുസ്തത്തിർ. ഏതാണ് ആ ദമീർ? അന്ത. ആഹാ അൻതി അൻതി അൻതി. ആ അന്തിക്ക് ഈക്വൽ ആയിട്ട് അതിലുള്ള വേർഡ് ഏതാ? യാ. യാ. ആ യാന്റെ പേരെന്താ? മുഖാത്തബത്ത്. യാഉൽ മുഖാതബത്തി. മുഖാതബത്തി. എന്താ പേരതിന്റെ? യാഉൽ മുഖാതബത്തി. മുഖാതബത്തി അഭിമുഖ സംഭാഷണം നടത്താനുള്ള. അബാക്കി നിന്റെ തന്തനോട്. അബാ മഫ്ഊലുൻ മൻസൂബുൻ ബിൽ അലിഫി. അലിഫി മുളാഫ് കി മുളാഫ്. മുളാഫുൻ ഇലൈഹി. അന അരിഫു ഞാൻ അറിയാ. ആരെ? അന്റെ തന്തനെ ഞാൻ അറിയാ. അപ്പൊ എങ്ങനെയാ പറയാ? അന അരിഫു അബാ നിന്റെ കാടിന്റെ അവിടെ. അപ്പൊ എങ്ങനെ അറിയാ? അന അരിഫു അബാക. അബാക അന ഞാന് അരിഫു ഞാൻ അറിയും അബാക നിന്റെ പിതാവിനെ യാ ഉസ്മാനു അല്ല യാ ഉസ്മാൻ അന്റെ വാപ്പാനെ അറിയിഞ്ഞ. അരിഫുൽ എന്തൊക്കെ ഉണ്ട്? ആരാണ് അതില് ഫായില്? അന. അബാ മഫ്ഊലുൻ ബി മൻസൂബുൻ ബിൽ അലിഫ് കാ മുളാഫുൻ ഇലൈഹി. യാ ബിലാൽ അല്ല ബിലാലെ കതബ്ത നീ എഴുതിയോ റിസാലത്തൻ കത്തിനെ ആരിലേക്ക്? ഇലാ അബീക. അബീക. കണ്ടോ? അല്ലെങ്കിൽ യാ ബിലാലു ബിലാലെ കതബ്തു ഞാൻ എഴുതി. ഞാൻ എഴുതിയല്ലോ ജന്നയാണ് അബീക്കാന്നല്ലേ? യാ ബിലാൽ ബിലാലെ കതബ്ത നീ എഴുതിയോ റിസാലത്തൻ കത്തിനെ ഇലാ അബീക നിന്റെ പിതാവിനോട്. ഇലാ ഹർഫ് ജാറ് മജ്റൂറുൻ ബിൽ യാഇ. പ്ലസ് മുളാഫ് മുളാഫുൻ ഇലൈഹി. മുളാഫുൻ ഇലൈഹി. സമിഅതു ഞാൻ കേട്ടു. അന്ന അബാഹ എന്താ അർത്ഥം? അന്ന അബാഹ അബാഹ എന്താ അർത്ഥം? തീർച്ചയായും അവളുടെ പിതാവ്. പിതാവ്
ത്വബീബുൻ മഷ്ഹൂറുൻ, പേര് കേട്ട പ്രസിദ്ധനായ പേര് കേട്ട ഡോക്ടറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സമയത്തോ ഫേലെ ഫായിൽ അന്ന ഹർഫ് തൗക്കീദ് തൗക്കീദ്. അബാ മുഅന്ന ഇസ്മു അന്ന മൻസൂബുൻ ബിൽ അലിഫി അലിഫ് അലിഫി മുളാഫ്. ആ മുളാഫിൻ ത്വബീബുൻ ഖബറു അന്ന ഖബറു അന്ന മഷ്ഹൂറുൻ. നാത്ത് ഓക്കെ. പിന്നെ ഇംലഇൽ അമാകിനൽ ഖാലിയത, താഴെ വരുന്ന സ്ഥലങ്ങളെ നീ ഫില്ലാക്കണം. ബി അഖിൻ, ഏത് വെച്ചുകൊടുത്തിട്ട്? അഖ് വെച്ചിട്ട് അബ് മറ്റോടത്ത് തന്തേനി അബ്, ഇവിടെ അബ് സഹോദരനാ. ആ എങ്ങനെ പറയാ? അല്ല സൽമ, എവിടെ എന്റെ സഹോദരൻ? എങ്ങനെ ചോദിക്ക? അയിന അഹു അയിന. ആ ഊക്കി അഹൂക്കി, എവിടെടി എന്റെ സഹോദരൻ? യാ സൽമ, സൽമ എവിടെ എന്റെ സഹോദരൻ? ആ അവളുടെ വാപ്പ നിന്റെ വാപ്പയോടൊപ്പം പുറപ്പെട്ടു. അവളുടെ സഹോദരനാണ് കേട്ടോ. അവളുടെ സഹോദരൻ നിന്റെ സഹോദരന്റെ കൂടെ എന്ത് ചെയ്തോ? പുറപ്പെട്ടു. അപ്പൊ എങ്ങനെ അവിടെ ഉണ്ടാകുക? ഖറജ അഖൂഹ അഖൂഹ, അവളുടെ സഹോദരൻ പുറപ്പെട്ടു. ഖറജ ഫീല് മാളി അഖൂ ഫായിലും ഫായിലുൻ ഫായിലും മർഫൂഉൻ ബിൽ വാവി ലമ്മത്തി വാവി ആ ഫായിലും മർഫൂഉൻ വാവി ബിൽ വാവി 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 വഹുവ മുളാഫ്. ആ മുളാഫിൻ ഇലൈഹി മഅഖീക, നിന്റെ സഹോദരന്റെ കൂടെ. മാർഫ് മാ ഉറപ്പ് മുളാഫ് 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 അഖീ മുളാഫിനിലി പ്ലസ് മജ്റൂറുൻ ബിൽ യാ യാഇ വഹുവ മുളാഫ്. ക മുളാഫുൻ ഇലൈഹി. അഖത്തു, ഞാൻ വാങ്ങി. അൽഫ റിയാലിൻ, എത്ര? 1000 റിയാൽ ഞാൻ വാങ്ങി നിന്റെ സഹോദരനിൽ നിന്ന്. അപ്പൊ എങ്ങനെ പറയാ? മീൻ അബി അഖീക അഖീക, മിന്നർഫ് ജാറ്, അഖീ മജ്റൂറുൻ ബിൽ യാ. പിന്നെ മുളാഫു മുളാഫിലൈഹി. അളുന്നു, ഞാൻ വിചാരിക്കുന്നു. അവളുടെ സഹോദരൻ അല്ലെങ്കിൽ അവന്റെ സഹോദരൻ വിദ്യാർത്ഥിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അളുന്നു, ഞാൻ വിചാരിക്കുന്നു. ഹു, അപ്പൊ അഖിനെ ചേർത്ത് കൊടുക്കാം. അപ്പൊ എങ്ങനെ പറയാ? അന്ന അഖാഹു അഖാഹു, തീർച്ചയായിട്ടും അവന്റെ സഹോദരൻ ത്വാലിബുൻ, വിദ്യാർത്ഥിയാണ്. ശരി. അളുന്നു പറഞ്ഞതിന് എന്തൊക്കെ ഉണ്ട്? ഫായിലും അന്നർഫേ തൗക്കീദ്. അഖാ ഇസ്മു അന്ന ഇസ്മു അന്ന മൻസൂബുൻ ബിൽ അലിഫി. ഹു ഖബറു അന്ന ഹു ഹു അല്ല മുളാഫ് മുളാഫിൻ ഇലൈഹി മുളാഫുൻ ഇലൈഹി. താലിബുൻ, അതാണ് ഏത്? ഖബറു അന്ന. ഞാൻ എന്റെ സഹോദരനെ അന്വേഷിക്കാണ്. അബ്ഹതു, ഞാൻ അന്വേഷിക്കുന്നു. അൻ, എങ്ങനെ പറയണ്ടേ? അൻ അഖീക അഖീക. അന്ന് വന്ന ആലോചിച്ചാട്ടോ. അന്ന് വന്ന എന്ത് വേണം? അന്നർഫ് ഏതാ? ജാറ് അഖിന് എന്തുകൊണ്ടാ ചെറുണ്ടാകുക? യാ കൊണ്ട് ആ. പിന്നെ അൽ കലിമാത്തുൽ ജദീദത്തു, പുതിയ പാഠം. പദങ്ങൾ ആ പുതിയ പദങ്ങള്. സഫീറുൻ, അംബാസഡർ. സുഫറാഉ, അംബാസഡർമാർ. മുഫത്തിഷുൻ, പരിശോധകൻ. മുഫത്തിഷൂന, ആരാ?
പരിശോധകർ. മുഫത്തിഷിന്റെ ജമ്മാണ് ഏത്? മുഫദ്ദിസൂന. മുഫത്തിഷൂനാണ് എന്ത് ജമ്മാണ്? ജമ്മു മുദക്കർ സാലിം. ജമ്മു മുദക്കർ സാലിം. ഷുർത്തിയുൻ പോലീസുകാരൻ. ജമ്മു ഷുർത്തത്തുൻ പോലീസുകാർ. പിന്നെ അമീദുൻ പ്രിൻസിപ്പാള്. ഉമദാഉ പ്രിൻസിപ്പാൾമാർ. അമീദിന്റെ ജമ്മാണ് ഏത്? ഉമദാ. അമീദ് പ്രിൻസിപ്പാള്, ഉമദാ പ്രിൻസിപ്പാൾമാര്. മരീദുൻ രോഗി, മർളാ രോഗികൾ. മുതഖാഇദുൻ പെൻഷൻ പറ്റിയവര്. തറക യതുറുകു ഒഴിവാക്കുക. അല്ലഫ യുഅല്ലിഫു രചിക്കുക. അല്ലഫ കിതാബ് രചിച്ചു. യുഅല്ലിഫു എന്താ അർത്ഥം? കിതാബ് എന്താക്കാം? രചിപ്പിക്കുന്നെന്ന് പറയണ്ട, രചിക്കുന്നു പറഞ്ഞാൽ മതി. എന്താ നമ്മള് കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഏതേനും? എന്താ മുഴുത്തല്ല് പറഞ്ഞ? മുഴുത്തല്ലായ പേര് പറഞ്ഞാൽ എന്താ? ഫാഫീലോ ഐൻഫീലോ ലാംഫീലോ ഏതായിട്ട് വരിക? ഫാഫീലോ അലിഫ് വാവ് യാ ഇവകളിൽ ഏതെങ്കിലും ഒന്ന് എന്തായിട്ട് വരിക? ഫാഫീലോ പിന്നെ ഐൻഫീലോ ലാംഫീലോ. അപ്പൊ പിന്നെ ഫാഫീല് മുഴുത്തല്ലായിട്ട് വന്നാൽ അതിന്റെ പേരാണ് എന്ത്? ഫാഫീല് മുഴുത്തല്ലായി വന്ന ഫീലിന്റെ പേരെന്താ? മുഅത്തല്ലുൽ ഫാഇ. മുഅത്തല്ലുൽ ഫാഇന് വേറെ പ്രത്യേക പേര് പറഞ്ഞു തന്നിട്ടില്ലേ? അജിവഫ് പറയുന്നതാ ഒരു ടീം അതാ മിസാല് എന്ന് പറയുന്നത്. ഇനി വേറൊരു മിസാല് നാക്കിസ് എന്ന് പറയുന്നത്. ഏതാണ് ഫാഫീല് മുഴുത്തല്ലായിന്റെ സ്പെഷ്യൽ പേരെന്താ? അതില് ഒരു വ്യത്യാസമല്ല, എല്ലാ ഇറാബും കൃത്യമായിട്ട് എന്താകും? വെളിവാകും. ഉദാഹരണം പറഞ്ഞാൽ വജദ യജീദു. യജീദു മർഫൂഅ്, യജിദ മൻസൂബ്, യജിദ് മജ്സൂം. അതേപോലെ തന്നെ ഐൻഫീൽ ഇല്ലത്തിന്റെ അക്ഷരമായി വന്നീനാണ് എന്തെന്ന് പറയുന്നത്? അജ്വഫ്. അതിലും ഇറാബിന് യാതൊരു മാറ്റമല്ല. മർഫൂഉം ബിൽ ലമ്മ, മൻസൂബും ബിൽ ഫത്ഹ, മജ്സൂമും ബിസ്സുകൂൻ. ഉദാഹരണം പറഞ്ഞാൽ ഖാഫ യഖാഫു, യഖാഫു യഖാഫ. പിന്നെ ജസ്മാവുമ്പോ എങ്ങനെയാകാരം? ലം യഖാഫ്. അത് മാത്രമാണ് അതിലുള്ള മാറ്റം. ജസ്മിന്റെ അവസരത്തില് ഐൻഫീൽ എന്ത് ചെയ്യും? കൊഴിഞ്ഞു പോകും. അത് കൊഴിഞ്ഞു പോകാൻ കാരണം എന്താ? രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വരും. അത് പാടില്ല. ഇനി പഠിക്കാനുള്ളത് ഏതാ? നാക്കിസാണ്. ലാംഫീല് മുഴുത്തല്ലായത്. അപ്പൊ ആഖിർ മുഴുത്തല്ല് എന്ന് പറഞ്ഞാൽ ഏതാ? ആഖിർ മുഴുത്തല്ലാണ്. അത് ആഖിർ മുഴുത്തല്ല് പറഞ്ഞാൽ ലാംഫീല് അലിഫോ അല്ലെങ്കിലേ യാഹോ ആയി വരുന്നത്. ഇതിന്റെ ഇറാബ് നമ്മൾ എന്താ പഠിച്ചത്? ആഖിർ അലിഫാണെങ്കിൽ ഖശിയ യഖ്ഷാ. പിന്നെ ഏതെങ്കിലും ഉദാഹരണം? അത് വാവാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? നസ്ബുൻ സാങ്കല്പികാണ്. ഇപ്പൊ യക്ഷാ എന്നുള്ള ഫീലിന്റെ മേലില് അന്ന് വന്നാൽ എങ്ങനെ വായിക്കുക? അൻ യഖ്ഷാ. അപ്പൊ അന്നറബി നാസിബ് യഖ്ഷാ ഫിഇലുൻ മുളാരിഉൻ മൻസൂബുൻ ബിൽ ഫത്ഹത്തിൽ മുഖദ്ദറത്തി അലൽ അലിഫി. യഖ്ഷാ എന്ന് പറയുമ്പോൾ മുളാരിയാവുമ്പോ എങ്ങനെയാ പറയാ? ഫിഇലുൻ മുളാരിഉൻ
മർഫൂഉൻ ബിൽ ലമ്മത്തിൽ മുഖദ്ദറത്തി അലൽ അലിഫി. പിന്നെ ജസ്മ എങ്ങനെ ഉണ്ടാകുക? ആഖിർ അലിഫായ ഫീലിൽ എങ്ങനെ ജസ്മ ഉണ്ടാകുക? അലിഫിനാണ്ട് കളയും. ഇപ്പൊ യക്ഷ എന്ന് പറഞ്ഞതിൽ ലംബ് വരുമ്പോ എങ്ങനെയാ പറയാ? ലം യക്ഷ. യസ്ആ എന്ന് പറഞ്ഞതിൽ എങ്ങനെയാ പറയാ? ലം യസ്ആ. അവസാനം പോവും. ഇനി അതിന് പിന്നെ ഏതാ എടുത്തിരുന്നേ? ആഖിർ വാവായെന്ന് പറഞ്ഞിനോ? ആഖിർ അലിഫ്, ആഖിർ വാവ്, ആഖിർ യാവ്. അത് പറഞ്ഞിട്ടില്ലേ? ആഖിർ വാവും യാവും ആണെങ്കിൽ ലമ്മത്ത് മുഖദ്ദറത്ത. യദ്ഉ ഫിഇലുൻ മുളാരിഉൻ മർഫൂഉൻ ബിൽ ലമ്മത്തിൽ മുഖദ്ദറത്തി അലൽ വാവി. യർമി ഫിഇലുൻ മുളാരിഉൻ മർഫൂഉൻ ബിൽ ലമ്മത്തിൽ മുഖദ്ദറത്തി അലൽ യാഇ. അപ്പൊ റഫഅ മുഖദ്ദറത്ത. എന്നാ രണ്ടിലും ഏത് വെളിവാകും? നസ്ബ് വെളിവാകും. അപ്പൊ യദ്ഉ യർമി അതില് അന്ന് വന്നാൽ എങ്ങനെ തന്നെ പറയും? അൻ യദ്ഉവ, അൻ അദ്ഉവ, അൻ നദ്ഉവ. അപ്പൊ ആഖിർ വാവും ആഖിർ യാവുമാണെങ്കിൽ ഏത് വെളിവാകും? നസ്ബ് വെളിവാകും. ഇപ്പൊ യർമി എന്നുള്ള ഫീലില് നസ്ബ് വന്നാൽ എങ്ങനെ വായിക്കണം? അൻ യർമിയ. അപ്പൊ യായിലും ഏത് വെളിവായി? നസ്ബ് വെളിവായി. അപ്പൊ ആഖിർ വാവും യാവും ആണെങ്കിൽ റഫഅ മുഖദ്ദറത്ത്, പിന്നെ നസ്ബ് വെളിവാവും, ജസ്മ തന്നെ അവസാനത്തെ അക്ഷരത്തെ കളയുക. അത് നിങ്ങൾ മനസ്സിലെക്കണം. മറ്റൊന്ന് നടക്കാനുള്ള അതാ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തന്നെ. എന്നാ അവിടെ വെക്കട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക. അല്ല, നിങ്ങളാ ഇന്ന് ഇവിടെ റസീന ഇട്ടത് വായിച്ചിരുന്നോ? ആ 3 സഹോദരന്മാര് റസീന ഇട്ട് വായിച്ചിരിയാ? എന്തിനാ ചങ്ങായിമാരെ പിന്നെ അതിലിടാ നടക്കുന്നെന്ന? ഓളാണ് ഇടുന്നാണ്. ഓളെന്നെ തൊള്ളൊഴിച്ചിക്കുന്നതാ. വായിക്കലുണ്ട് സാറേ. നിങ്ങൾ എന്ത് വായിച്ചത്? വായിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് രാത്രി ഒന്ന് കൂടിയിരുന്ന ചർച്ച ചെയ്തൂടെ? ഒരാൾ വായിച്ചു കൊടുക്കുക, മറ്റൊരാൾ അതിന്റെ അർത്ഥം പറയാ, അർത്ഥം അറിയാത്തത് ചോദിക്കുക, തർക്കീബ് ചോദിക്കുക. എന്തൊരു ഇടങ്ങേറാ അതൊക്കെ. പിന്നെ ആരെ ബോധിപ്പിച്ചാനാ ജയിലിട്ടുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടിടണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണിട്ടാ മതി. വായിക്കലുണ്ട്, ചർച്ച ചെയ്യലുണ്ട്. ഞാന് വൈത്താനോട് പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാത്ത വാക്കുകളുടെ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് എഴുതലും പഠിക്കലൊക്കെ ഉണ്ട്. പഠിച്ചാൽ നന്നു നിങ്ങൾക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.